30,000 രൂപയ്ക്കകത്ത് ഒരു ഫോൺ നോക്കുന്നുണ്ട് ആൻഡ് ഒരുപാട് മോഡൽസ് ഒക്കെ നോക്കി മണിക്കൂറോളം സ്പെൻഡ് ചെയ്ത് ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നത്തിങ് ഫോൺ 4a ആണോ അതോ വിവോന്റെ V60e ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നത്തിങ് ഫോൺ 4a നിങ്ങൾക്ക് ക്ലീൻ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ നത്തിങ് OSനെ പറ്റി കൂടുതലൊന്നും എടുത്ത് പറയണ്ടല്ലോ, അതിന്റെ ഒരു മിനിമൽ തീമും അതിന്റെ ആ ഒരു എസ്തെറ്റിക് ഫീൽ ഒക്കെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് പ്രൈസ് നോക്കിയാലും കമ്പാരിറ്റീവ്ലി ഫ്ലിപ്കാർട്ടിലാണ് പ്രൈസ് കുറവായിട്ടുള്ളത്. അതിനുള്ള മെയിൻ റീസൺ ഫ്ലിപ്കാർട്ട് നത്തിങ്ങിന്റെ ഒഫീഷ്യൽ സെല്ലറും കൂടെയാണ്. സോ നോർമലി നോക്കുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിലായിരിക്കും ഏറ്റവും ബെസ്റ്റ് പ്രൈസും ഏറ്റവും ബെസ്റ്റ് ഡീൽസും നിങ്ങൾക്ക് കിട്ടുക. പിന്നെ ഉള്ളത് മോട്ടറോളയുടെ എഡ്ജ് 70 ഫ്യൂഷൻ ആണോ അതോ ഓപ്പോന്റെ F31 Pro എന്ന് പറയുന്ന ഡിവൈസ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും മോട്ടറോള ഫാർ ബെറ്റർ ഓപ്ഷൻ ആണ്. ഇപ്പൊ ചിപ്സെറ്റ് നോക്കിയാൽ പോലും സ്നാപ്ഡ്രാഗന്റെ 7s Gen 4 ചിപ്സെറ്റ് മോട്ടറോളെ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ പഴയ ഏതെങ്കിലും ഡിവൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ചേഞ്ച് ഡീലും കൂടെ യൂസ് ചെയ്ത് ഫോൺസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറച്ചുകൂടെയൊക്കെ നല്ല ഓഫറിൽ മേടിക്കുക. പിന്നെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇതിന്നും ടൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലെ EMI ഓപ്ഷൻസ് കൂടെ യൂസ് ചെയ്ത് ഫോൺസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നോ കോസ്റ്റ് EMI പോലത്തെ ഫീച്ചേഴ്സ് എല്ലാം ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നോർമലി ഉള്ളതുപോലെ ICICIയുടെ കാർഡും HDFCയുടെ കാർഡൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടുന്നതാണ്. സോ അതുപോലത്തെ ബാങ്ക് ഓഫേഴ്സും കൂടെ യൂട്ടിലൈസ് ചെയ്ത് ഫോൺ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരു ബോണസ് ടിപ്പ് കൂടെ പറഞ്ഞുതരാം. ഫ്ലിപ്കാർട്ടിലെ ഫസ്റ്റ് ടൈം കസ്റ്റമർ ആണെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഫ്ലിപ്കാർട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഓഫറിന് ഫോൺസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഇനി ഒരുപാട് ഫോൺസിനെയൊക്കെ കമ്പയർ ചെയ്ത് കൺഫ്യൂസ്ഡ് ആവണ്ട. നേരെ ഫ്ലിപ്കാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഏതാണോ ഡിവൈസ് താല്പര്യമുള്ളത് അതിന്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതുപോലത്തെ കൺഫ്യൂസ്ഡ് ആക്കാത്ത ടെക് വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഫോളോയും കൂടെ ചെയ്തേക്കാം.